സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാനയർപ്പണം ആരംഭിക്കണമെന്ന ജൂൺ 9 സർക്കുലറിലെ നിർദ്ദേശത്തിൽ മാറ്റമില്ല. ബോധവൽക്കരണത്തിന് സമയം അനുവദിക്കുന്നതിന്റെ ഭാഗമായി ഞായറാഴ്ചകളിൽ ഒരു ഏകീകൃത കുർബാനയെങ്കിലും അർപ്പിക്കുന്ന ഇടവകളിലെ വൈദികർക്കെതിരെ ശിക്ഷാ നടപടികൾ ആരംഭിക്കില്ലെന്നും സിനഡാനന്തര സർക്കുലർ അറിയിച്ചിട്ടുണ്ട്. ബേമ സ്ഥാപിക്കണമെന്നും ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറാകാത്ത വൈദികർക്കെതിരെ കാനോനിക നിയമപ്രകാരമുള്ള ശിക്ഷാ നടപടികൾ ആരംഭിക്കുമെന്നും സർക്കുലറിലൂടെ മേജർ ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പരമാധ്യക്ഷനായി ഡോക്ടർ സാമുവൽ മോർ തിയോഫിലിസ് എപ്പിസ്കോപ്പ സ്ഥാനമേറ്റു. സെന്റ് തോമസ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിലാണ് സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നടത്തപ്പെട്ടത്. രാവിലെ 8 മണിക്ക് ആരംഭിച്ച സ്ഥാനാരോഹണ തിരുക്കർമ്മങ്ങൾ 11:30 തിരുവല്ലയിലുള്ള മോർ അത്തനേഷ്യസ് യോഹന്നാൻ മെമ്മോറിയൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന അനുമോദന സമ്മേളനത്തോടെയാണ് സമാപിച്ചത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭയുടെ ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ നിരവധി വിശ്വാസികളും വൈദികരും മെത്രാന്മാരും സന്നിഹിതരായിരുന്നു. തമിഴ്നാട്ടിലെ കള്ളക്കുറിശ്ശിയിലുണ്ടായ വിഷമദ്യ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി. അനധികൃത മദ്യ ഉൽപാദനത്തിനെതിരെ സർക്കാരുകൾ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് CBCA പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. മരണപ്പെടാത്തവരുടെയും ദുരന്തത്തിന് ഇരകളായവരുടെ കുടുംബങ്ങൾക്കൊപ്പം പ്രാർത്ഥനയിലൂടെ പിന്തുണ നൽകുന്നതായും CBCA വ്യക്തമാക്കി. ദൈവേഷ്ടം മനസ്സിലാക്കി ജീവിതം കരുപിടിപ്പിച്ച് ഉത്തമ വ്യക്തികളായി തീരാൻ കുഞ്ഞു മിഷണറിമാർക്ക് കഴിയണമെന്ന് മുൻ ന്യൂൻഷോ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കോച്ചേരി. ചെറുപുഷ്പ മിഷൻ ലീഗ് കുറുമ്പനാട മേഖലാ പ്രവർത്തന വർഷം ഉദ്ഘാടനവും ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ ഏഞ്ചൽസ് മീറ്റും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാർ ജോർജ് കോച്ചേരി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ ലീഡ് ബാങ്കിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ജപ്തി നടപടികൾ നിർത്തിവെക്കുക, കാർഷിക വായ്പയുടെ പലിശ കുറയ്ക്കുക, പലിശരഹിത വായ്പകൾ അനുവദിക്കുക, കാർഷിക ലോണുകളിലൂടെ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക, കർഷകരുടെ രാസവിള വായ്പാ സബ്സിഡി പുനഃസ്ഥാപിക്കുക, വിളകൾക്ക് ന്യായവില ഉറപ്പുവരുത്തുക, ആത്മഹത്യ ചെയ്ത കർഷകരുടെ വായ്പ എഴുതിത്തള്ളുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. ഭാരത പ്രഥമ അപ്പസ്തോലൻ വിശുദ്ധ തോമസ് ലീഹായുടെ തിരുനാൾ ദിനമായി ആചരിക്കുന്ന ജൂലൈ 3 നിയമസഭയ്ക്ക് അവധി പ്രഖ്യാപിക്കണമെന്നും സംസ്ഥാനത്തൊട്ടാകെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സർക്കാർ പൊതു അവധി പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA. മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിയമസഭാ സ്പീക്കർ AN ഷംസീർ എന്നിവർക്ക് ഇത് സംബന്ധിച്ച് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA നിവേദനം സമർപ്പിച്ചു. ജൂലൈ 3 നിയമസഭ ചേരുന്നുണ്ടെങ്കിൽ സെന്റ് തോമസ് ദിനമായ ജൂലൈ 3 ഒഴിവാക്കിയാണ് നിയമസഭയുടെ കലണ്ടർ തയ്യാറാക്കുന്ന കീഴ്വഴക്കം നിലവിലുള്ളത്. സംസ്ഥാനത്തൊട്ടാകെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും ജൂലൈ 3 പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടു. തലശ്ശേരി അതിരൂപതയിൽ കഴിഞ്ഞ 12 വർഷം എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ കുട്ടികളെ പഠിപ്പിച്ച വിശ്വാസ പരിശീലകരെ ആദരിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി, ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് വലിയമറ്റം എന്നിവർ ചേർന്ന് വിശ്വാസ പരിശീലകർക്ക് അനുമോദനം നൽകി. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ എന്ന വിഷയത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലാരിവട്ടം POCയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. KCBC മീഡിയ കമ്മീഷൻ മുതിർന്ന പൗരന്മാർക്കായി ഒരുക്കിയ സൗഹൃദവേദിയായ മധുരം സായന്ത്രത്തിലെ അംഗങ്ങൾക്കായാണ് ക്ലാസ് നടത്തിയത്. കുവൈറ്റിൽ മരിച്ച പ്രവാസികളുടെ ആത്മശാന്തിക്കായി കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന പ്രാർത്ഥന സംഘടിപ്പിച്ചു. ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭ ബിഷപ്പ് മാത്യൂസ് മാർ സിൽവാനിയോസ്, സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഫെലോഷിപ്പ് ബിഷപ്പ് ഡോക്ടർ ജോർജ് ഈപ്പൻ, ബൈബിൾ ഫെയ്ത്ത് മിഷൻ ബിഷപ്പ് ഡോക്ടർ സെൽവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടപ്പുറം രൂപതയിലെ സാമൂഹ്യ സേന വിഭാഗമായ കിഡ്സിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന തന്മയ എന്ന തയ്യൽ യൂണിറ്റിന്റെ കീഴിൽ രൂപതയിലെ ഇടവകകളിലും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിലും കുടുംബശ്രീകളിൽ നിന്നുമായി സംരംഭത്വം ആരംഭിക്കുവാനും തൊഴിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കുമായി കൂടിക്കാഴ്ച നടന്നു. 200 സംരംഭകർ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബ്നേസർ ആന്റണി കിഡ്സിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന തയ്യൽ യൂണിറ്റിന്റെ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു. തൊഴിലാളി സംഘാടനത്തിന്റെ 2 ഘട്ടങ്ങളിലെ പ്രതിനിധികളാണ് ഫാദർ ജസീനിയൂസും മോൺസിനോർ തോമസ് തലച്ചെറിയുമെന്ന് തൃശൂർ അതിരൂപതാ ചാൻസലർ ഫാദർ ഡൊമിനിക് തലേക്കോട്ടൻ. പാലക്കാടൻ സെന്റ് മാത്യൂസ് പള്ളി ഹാളിൽ കേരള ലേബർ മൂവ്മെന്റ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. KLM ഡയമണ്ട് ജൂബിലി മരണാന്തര സഹായ ഫണ്ടിലൂടെ അംഗങ്ങൾ മരിച്ചാൽ കുടുംബാംഗങ്ങൾക്ക് വരും വർഷത്തിൽ 1.5 ലക്ഷം രൂപ നൽകുമെന്ന് യോഗത്തിൽ അറിയിച്ചു.
എടൂർ ഫൊറോനയുടെ ആതിഥേയത്തിൽ KCYM SMYM തലശ്ശേരി അതിരൂപത അണിയിച്ചൊരുക്കുന്ന കാനനം സഹവാസ ക്യാമ്പ് ജൂലൈ 12, 13, 14 തീയതികളിൽ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നടക്കും. യുവജനങ്ങളിൽ പ്രകൃതിയോടും പരിസ്ഥിതിയോടുമുള്ള ആഭിമുഖ്യം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യവുമാണ് ക്യാമ്പ് നടത്തപ്പെടുക. പൗരോഹിത്യമായിരിക്കട്ടെ നിങ്ങളുടെ ഏറ്റവും വലിയ നിക്ഷേപം, അവിടെയായിരിക്കട്ടെ നിങ്ങളുടെ ഹൃദയമെന്ന് വൈദിക വിദ്യാർത്ഥികളോട് മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസീലിയസ് ക്ലീമിസ് കാതോലിക്ക ബാവ. ജൂൺ 21 തീയതി വിശുദ്ധ അലോഷ്യസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് തിരുവനന്തപുരം മേജർ അതിരൂപതയിലെ സെന്റ് അലോഷ്യസ് മൈനർ സെമിനാരിയിൽ നടത്തപ്പെട്ട വിശുദ്ധ കുർബാന മധ്യേ വചന സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ യുവജനങ്ങൾ കടൽ കടന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് ഏറ്റവും വലിയൊരു പരീക്ഷയെ അഴിമതിയുടെ കരിനിഴലിൽ തകർത്തു കളഞ്ഞത് പ്രതികരണം അർഹിക്കുന്ന ഒരു സുപ്രധാന വിഷയമായി കരുതുന്നുവെന്ന് തലശ്ശേരി അതിരൂപതയിലെ KCYM ഡയറക്ടർ ഫാദർ അഖിൽ മുക്കുഴി പ്രതികരിച്ചു. റദ്ദാക്കപ്പെട്ട UGC നെറ്റ് പരീക്ഷയിൽ സർക്കാരിന്റെ ഉദാസീനതയെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിന്റെ സ്വർഗീയ മധ്യസ്ഥൻ വിശുദ്ധ തോമസ് മൂറിന്റെ തിരുനാളിന് ആശംസ അറിയിച്ച് KCYM സംസ്ഥാന സമിതി. ഒരു പൊതുസേവകൻ എന്ന നിലയിൽ മാനുഷിക അവബോധത്തിന്റെയും ക്രിസ്തു ജ്ഞാനത്തിന്റെയും ഒരു അസാധാരണമായ സങ്കലനമായിരുന്നു തോമസ് മൂർ എന്ന വിശുദ്ധന്റെ ജീവിതം. സത്യത്തിനും നീതിക്കും വേണ്ടി നിലനിൽക്കുവാനും ധർമ്മത്തിന്റെയും സ്നേഹത്തിന്റെയും കാഹളം മുഴുക്കുവാനും കർമ്മോത്സുകരായ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി നിലകൊള്ളുന്ന യുവജനങ്ങളുടെ ഉത്തമ മാതൃകയാണെന്നും KCYM സംസ്ഥാന സമിതി വ്യക്തമാക്കി. റവറ ഡോക്ടർ ചാക്കോ പുത്തൻപുരയ്ക്കലിന് യാത്രയയപ്പ് നൽകി. മുൻ ഡോക്ടർ ചാക്കോ പുത്തൻപുരയ്ക്കലിന് കാർമൽഗിരി സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരി യാത്രയയപ്പ് നൽകി. 27 വർഷം ആത്മീയ പിതാവ്, ആനിമേറ്റർ, അധ്യാപകൻ, പ്രൊക്രേറ്റർ, ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ്, ലൈബ്രറിയൻ, റെക്ടർ എന്നീ നിലകളിൽ കാർമൽഗിരി സുത്യർക്കമായ വൈദിക പരിശീലന തപസ്യ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഫാദർ ചാക്കോ പുത്തൻപുരയ്ക്കൽ യാത്രയാവുന്നത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കൊല്ലം മെത്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി ജാഗ്രത സെന്റ് ഗബ്രിയേൽ യുവജന പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ജൂൺ 30 സെന്റ് ഗബ്രിയേൽ സുബ്രോ ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ വെച്ച് ക്രമീകരിക്കപ്പെടുന്നു. ബഹുമാനപ്പെട്ട കേരള മുൻ DGP ഋഷിരാജ് സിംഗ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും. പ്രോഗ്രാം അഭിവന്ദ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസോസ് മെത്രാപ്പൊലിത്ത യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സ്മാരക എക്സലൻസ് അവാർഡ് സമർപ്പണവും വാർഷിക അനുസ്മരണ പ്രഭാഷണവും ജൂലൈ 24 വൈകിട്ട് 3:30 മാവൻ മാപ്പിള ഹാളിൽ നടത്തപ്പെടും. സമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. പരിശുദ്ധ ബസീലിയസ് മാർത്തോമ മാത്യൂസ് റിയൻ കാതോലിക്ക ബാവ അധ്യക്ഷത വഹിക്കും. കാത്തലിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പരിപാടി. അഖില മലങ്കര ഓർത്തഡോക്സ് ശുശ്രൂഷക സംഘ വാർഷിക സമ്മേളനം ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 മാർനാട് സെന്റ് പത്രോസ് പൗലോസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടത്തപ്പെടും. ഫാദർ C. ജോൺസൺ മുളമ്പൂട്ടിൽ പഠന ക്ലാസ് നയിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനം കൊല്ലം മെത്രാസനം മെത്രാപ്പൊലിത്ത അഭിവന്ദ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസോസ് തിരുമേനി ഉദ്ഘാടനം ചെയ്യും. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കത്തോലിക്ക പുരസ്കാരമായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാത്തലിക് മീഡിയ അസോസിയേഷൻ ബുക്ക് അവാർഡ് ജേതാക്കളിൽ മലയാളി എഴുത്തുകാരനായ അഭിലാഷ് പ്രൊഫസറും. കവിത, ലേഖനം, ചെറുകഥ വിഭാഗത്തിൽ 3ാം സമ്മാനത്തിനാണ് അഭിലാഷ് അർഹനായിരിക്കുന്നത്. അഭിലാഷ് രചിച്ച് അമേരിക്കയിലെ വിറ്റ്സ് ആൻഡ് സ്റ്റോക്ക് പബ്ലിഷ് പ്രസിദ്ധീകരിച്ച ഫാദർ എ കളക്ഷൻ ഓഫ് പോയിന്റ്സ് എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. ജൂൺ 29 അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ വെച്ച് നടന്ന കാത്തലിക് മീഡിയ കോൺഫറൻസിലാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. എറണാകുളം ചിറ്റൂർ സ്വദേശിയായ അഭിലാഷ് വരാപ്പുഴ അതിരൂപത അംഗമാണ്. പത്തനംതിട്ട പ്രകാശധാര സ്കൂൾ രജത ജൂബിലി ആഘോഷങ്ങൾ കുര്യാക്കോസ് മാർ ക്ലീമിസ് വലിയ മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. തുമ്പമൺ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സെറാഫി മെത്രാപ്പൊലിത്ത അധ്യക്ഷത വഹിച്ചു. രജത ജൂബിലിയോടനുബന്ധിച്ച് 1 വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതികൾ ഡോക്ടർ K. മാത്യു അവതരിപ്പിച്ചു. സാമൂഹ്യക്ഷേമ വകുപ്പ് ജില്ലാ ഓഫീസർ ഷംല ബീഗം മുഖ്യപ്രഭാഷണം നടത്തി. ജ്ഞാനായ കത്തോലിക്ക പള്ളിയിൽ KCC കോട്ടയം അതിരൂപത കർഷക ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷക ക്ലബ്ബ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. പള്ളി അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ KCC മലബാർ റീജിയണൽ പ്രസിഡന്റ് ജോസ് കണിയാമ്പറമ്പിൽ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. KCC യൂണിറ്റ് പ്രസിഡന്റ് ടോമി മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പിന്നാക്ക വികസന കോർപ്പറേഷൻ, ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ എന്നിവയുടെ സാമ്പത്തിക സഹായത്തോടെ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി നടപ്പാക്കുന്ന മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയുടെ ഭാഗമായി ശില്പശാല നടത്തി. സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജിനോജ് പാലത്തടത്തിൽ ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയിൽ 30 സ്വാശ്രയ സംഘങ്ങളിലെ 626 അംഗങ്ങൾക്ക് കുറഞ്ഞ പലിശയിൽ 3 കോടി രൂപ വായ്പ നൽകും.
കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.